ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നിർവഹിക്കും. ഉത്തർപ്രദേശിൽ 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്നത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ അനിവാര്യതകളും വിലയിരുത്തലുകളുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സിനിമാ നയം രൂപീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ വിതരണം ചെയ്യും. 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപയാണ് കൈമാറുക. 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. റോഡ് വികസന പദ്ധതികൾ, റെയിൽ പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനത്തിന് പുറമെ 880 കോടി രൂപയുടെ ഊർജ്ജ വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനവും ഇതിൽ ഉൾപ്പെടുന്നു. ജൽജീവൻ ദൌത്യത്തിലൂടെ ആവിഷ്കരിച്ച 47 ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി ഇന്ന് വാരാണസിയിൽ നിർവഹിക്കും. രാജ്യസുരക്ഷയുടെയും നയതന്ത്ര പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലാ ആവശ്യങ്ങൾ കണക്കാക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള നയതന്ത്ര ബന്ധം, പരസ്പര താൽപര്യങ്ങൾ, ജനാധിപത്യ മൂല്യം, ജനങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും മന്ത്രാലയ വക്താവ് പറഞ്ഞു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനം ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. യമൻ ഭരണകൂടവുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Government of India has been extending all possible assistance in this case. As a result of our concerted efforts, you've seen that the sentencing was deferred. We continue to closely follow the matter and render all possible assistance. I would urge all to be mindful that media reports based on speculation and misinformation are not helpful at all. Insofar as the reports claiming there has been certain developments, etc., such reports are incorrect. Please wait for an update from us. അയർലൻഡിലെ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഒറ്റപ്പെട്ട സമയത്ത് ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. അയർലൻഡിൽ ഇന്ത്യൻ പൌരന്മാർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. രാജ്യത്തെ 73 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേഷൻ ഡയറക്ടർക്ക് അധികാരം നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. സ്റ്റേഷനുകൾക്ക് പുറത്ത് വിശാലമായ മേൽപ്പാലങ്ങളും സ്ഥിരം ഹോൾഡിംഗ് ഏരിയയും സൃഷ്ടിക്കുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ബന്ധം ശക്തമാണെന്നും വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഈ രാജ്യങ്ങളുമായി വികസന പദ്ധതികളും അടിസ്ഥാന സൌകര്യ സഹകരണവും പുരോഗമിക്കുന്നുണ്ടെന്നും എല്ലാ മേഖലകളിലും വിശാലമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ശ്രീ സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെപ്റ്റംബർ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണലും 9-ന് നടക്കും. ശ്രീ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യം സംബന്ധിച്ച വിധി കോടതി ഇന്ന് പ്രഖ്യാപിക്കും. ജാമ്യഹർജിയിൽ NIA കോടതി ഇന്നലെ വാദം കേട്ടു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതിനിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് പൂർണ്ണമായും അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. മറിച്ചു വരുന്ന വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. ജനാധിപത്യപരമായ പങ്കാളിത്ത സ്വഭാവമുള്ള സിനിമാ നയരൂപീകരണം ലക്ഷ്യമാക്കിയാണ് സർക്കാർ ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇതിനോടകം സിനിമാ നയം രൂപീകരിച്ച 17 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ കോൺക്ലേവിലെത്തും. സമ്മേളനത്തിൽ രൂപീകരിക്കുന്ന സിനിമാ നയം സർക്കാരിന് സമർപ്പിക്കും. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ അഭിനയത്തിന് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. ജവാൻ എന്ന ചിത്രത്തിന് ഷാറൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിന് വിക്രം മാസിയും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടു. മികച്ച മലയാളം സിനിമയ്ക്കുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിന് ലഭിച്ചു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ നെക്കൽ, ദ ക്രോണിക്കിൾ ഓഫ് പാഡി മാൻ പ്രത്യേക ജൂറി പരാമർശം നേടി. പൂക്കാലം എന്ന ചിത്രത്തിന് മിഥുൻ മുരളി മികച്ച എഡിറ്ററായി. വിജയരാഘവനും ഉർവശിക്കും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരം ലഭിച്ചു. ദേശീയ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നടൻ വിജയരാഘവൻ പ്രതികരിച്ചു. രാജ്യത്തിന്റെ അംഗീകാരം വലിയ അംഗീകാരമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരം. ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തില് സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി. അതിനെല്ലാം കൂടെ കിട്ടിയൊരു അംഗീകാരം, വലിയ സന്തോഷം. എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. മലയാള ചലച്ചിത്ര നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം സ്ഥിരീകരിക്കും. അതേസമയം കലാഭവൻ നവാസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷികാഘോഷ പരേഡ് ഇന്ന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലണ്ടനിലെ ഓവലിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 52 റൺസിന്റെ ലീഡുമായി 2 വിക്കറ്റിന് 75 റൺസ് എന്ന നിലയിലാണ്. മക്കാവു ഓപ്പൺ ബാഡ്മിന്റണിൽ ഫൈനലിനായുള്ള മത്സരങ്ങളിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്തോനേഷ്യൻ താരത്തോടും തരുൺ മന്നേപ്പള്ളി മലേഷ്യൻ താരത്തോടുമാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക. അതേസമയം പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഏഥൻസിൽ നടക്കുന്ന അണ്ടർ-17 ലോക ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ ആകെ 6 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ രചനയും 65 കിലോഗ്രാം വിഭാഗത്തിൽ അശ്വനി വിഷ്ണോയും സ്വർണം നേടി. ദക്ഷിണ കശ്മീരിലെ കുൽഗാം ജില്ലയിലെ അഖൽ ദേവ്സർ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യം സംബന്ധിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഇന്നും തിരച്ചിൽ പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് രൺഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി ചോല, ദോക്ലാം പാതകൾ തുറക്കാൻ നടപടികൾ ആരംഭിച്ച് സിക്കിം സർക്കാർ. അതിർത്തി പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനാണ് ഭാരത് രൺഭൂമി ദർശൻ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 4-അംഗ സംഘത്തെ അയച്ച നാസയും സ്പേസ് എക്സും. അമേരിക്ക, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരാണ് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയായത്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നിർവഹിക്കും. ഉത്തർപ്രദേശിൽ 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്നത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ അനിവാര്യതകളും വിലയിരുത്തലുകളുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സിനിമാ നയം രൂപീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.